പ്രമാദമായ ഷാബാസ് ഷെരീഫ് വധം അന്വേഷിച്ച CI വിഷ്ണുവും DYSP സാജു എബ്രഹാമുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സാർ, ഈ ഒരു കേസിന് മൃതദേഹമോ അവശിഷ്ടമോ ഇല്ലാതെ സത്യത്തിൽ മാഞ്ഞു പോയ ഒരാളെ പറ്റി ഒരു അന്വേഷണം നടത്തുന്ന പോലെ ആയിരുന്നല്ലോ. എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു ഇതിൽ നേരിട്ടത്? ഇതിൽ മൃതദേഹം കണ്ടുകിട്ടിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ മൃതദേഹം ഇല്ലെങ്കിലും നമ്മുടെ ജുഡീഷ്യറി തെളിവുകളുടെ സാന്നിധ്യത്തിൽ ശിക്ഷ ഉറപ്പാക്കിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇതിൽ പക്ഷേ നമുക്കുള്ള തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യ തെളിവുകൾ നല്ല ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡറി എവിഡൻസുകളുണ്ടായിരുന്നു. പിന്നെ കൂടാതെ സയൻറ്റിഫിക് എവിഡൻസ് മൈറ്റോകോൺഡ്രിയൽ DNA പ്രസൻസ് അവിടെ തെളിയിച്ചു. പിന്നെ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ പ്രോസിക്യൂഷൻ നന്നായിട്ട് നല്ല വിജയം കണ്ടിട്ടുണ്ട്. DNA പരിശോധന ഒരു വിധിയിൽ നിർണായകമാവുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും. മൈറ്റോകോൺഡ്രിയൽ DNA നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. അത് എക്സ്പെൻസീവാണ്. നമുക്ക് ഏകദേശം 42 മുടി സാമ്പിള് 5.25 ലക്ഷം രൂപ ചിലവ് വന്നു. അതെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാർ അത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സമയത്ത് തന്നെ അടപ്പിച്ച് അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ചു തന്നിരുന്നു. ഒരു മെസ്സേജ് അല്ലേ ഈ ഒരു വിധിയിലൂടെ? തീർച്ചയായിട്ടും ഇത് സമൂഹത്തിനൊരു മെസ്സേജാണ്. കാരണം ഡെഡ് ബോഡി ഇല്ലാത്ത അവസ്ഥയിലും അന്വേഷണം കൃത്യമായിട്ട് കൊണ്ടുപോയി തെളിവുകളൊക്കെ നിരത്തി തെളിവുകളുടെ ഒരു ചങ്ങല പോലും പൊട്ടാതെ കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാക്കി. അത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു ശരിക്കും വലിയ ഇപ്പോൾ ഒരു വിധി വരുമ്പോൾ ഏറ്റവും ആശങ്കപ്പെട്ടിരുന്നത് തെളിവുകളുടെ അഭാവത്താൽ എങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. പലപ്പോഴും അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം കൊണ്ടാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ വിധി വന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഇത് നല്ലൊരു ടീം വർക്ക്. ശരിക്കും കേരള പോലീസിനെയും പ്രോസിക്യൂഷനെയും ഒരുമിച്ച് നിന്ന് എവിഡൻസ് കളക്ട് ചെയ്തു. അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിൽ കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ടായിരുന്നു. ഒരു ക്ലൂ ഇല്ല. ഏകദേശം 4 വർഷത്തിന് ശേഷം ഒരു കേസ് വരുമ്പോൾ നമുക്ക് 0-ൽ നിന്ന് തുടങ്ങി എന്നുള്ളത് തന്നെ വേണം പറയാൻ. പക്ഷെ കൃത്യമായ മേലുദ്യോഗസ്ഥരെ നിർദ്ദേശം, ഷാജി സാറായാലും അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സുജിത് സാറായാലും നല്ല ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടി. അവരുടെ ഡയറക്ഷൻ പ്രകാരമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കുറേ ഹയർ ഓഫീസേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ക്വാഡ്, എൻ്റെ ടീം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു തെളിവില്ലാതെ അവശേഷിപ്പിച്ചാലും ശാസ്ത്രീയ തെളിവുകൾ കൊലപാതകയിലേക്ക് എത്തുമെന്ന് ഒരു തെളിയിക്കുന്നതാണല്ലോ ഈ വിധി. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വീഡിയോ നമുക്ക് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്രൂവറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ അത് ഇന്ന ദിവസമാണ് എടുത്ത് എന്നുള്ളവരെ നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റി. ആ ഒരു വീഡിയോ ടാമ്പേർഡ് അല്ല എന്നുള്ള കാര്യം വരെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ DNA ഹെയർ പ്രതിയുടെ വീട്ടിലുള്ള കാറിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റി. ഏകദേശം 42 ഹെയറിൽ നിന്ന് ഒരു ഹെയർ മാത്രമാണ് നമ്മൾ ഷാബാസ് ഷെരീഫിൻ്റെയാണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. അഭിനന്ദനങ്ങൾ ഈ ഒരു കേസിന് ഇത് ചെയ്തു. അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത് അന്വേഷണ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാവുന്നത് ഈ പല കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, News 18.